റമദാൻ നോമ്പ് ആരംഭിച്ചാൽ കാസർഗോഡ് മൗവലിലെ പാചകപ്പുരകൾ സമൂസ നിർമ്മാണത്തിന്റെ തിരക്കിലാകും. നാട്ടിലെ നോമ്പുതുറ വിപണി ലക്ഷ്യമിട്ട് പ്രവാസി മലയാളികളാണ് മൗവലിൽ വർഷങ്ങളായി സമൂസ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 1,00,000-ഓളം സമൂസയാണ് ഇവിടെ നിന്ന് വടക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. വ്രതശുദ്ധിക്കൊപ്പം രുചിവൈവിധ്യങ്ങളുടെ കൂടി നാളുകളാണ് റമദാൻ. നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മൗവലിലെ പ്രവാസികൾക്ക് തിരക്കോട് തിരക്കാണ്. നോമ്പുതുറ സമയമാകുമ്പോഴേക്കും വടക്കൻ കേരളത്തിലെ തീന്മേശകളിലേക്ക് സമൂസ എത്തിക്കണം. മൈദമാവൊരുക്കി, സവാളയരിഞ്ഞ്, അച്ചൊരുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പുലർച്ചെ മുതലുള്ള പണിയുണ്ട്. ഞങ്ങൾ 30 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ സമൂസ നോമ്പിന് മൊത്തം തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ദുബായിൽ പല കടകളിലും കൊടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ നോമ്പിന് വേണ്ടി മാത്രമേ ഞങ്ങൾ ഇവിടെ സമൂസ ഉണ്ടാക്കേണ്ടി വരുന്നതാണ്. 22 പണിക്കാരുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉത്ഭവം തന്നെ ഗൾഫ് ദുബായിൽ നിന്നാണ് ഈ സമൂസ എന്നുള്ള സാധനം വന്നത്. അടുത്ത കാലത്തായിട്ട് സമൂസ ഇല്ലാതെ നോമ്പ് തുറക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പലരും ഗൾഫിലെ സമൂസ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരു ദിവസം 5000 സമൂസയൊക്കെ ഉണ്ടാക്കുന്നവർ ഇവിടെയുണ്ട്. ഗൾഫിലുണ്ടായതാണ്. ഇവിടെ വന്നിട്ട് ക്യാൻസലായിട്ട് ഇവരൊക്കെ കൂടിയിട്ട് കുറേ 35 വർഷത്തിന് മേലെ ആയിട്ട് ഇവർ ജ്യേഷ്ഠന്മാർ കൂടിയിട്ട് ഇവർ ചെയ്യുന്നതാണ്. ഒന്നിച്ചിട്ട് തന്നെ അവിടെ ഗൾഫിലുണ്ടായതാണ്. ഈ ഗൾഫിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇതാക്കി പഠിച്ചതാണ് കമ്പനിയിൽ. ദിവസേന 30,000 സമൂസ ഇവിടെ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. മവ്വലിലെ മറ്റ് പാചകപ്പുരകളിലെ കണക്ക് കൂടി നോക്കിയാൽ ഇത് 1,00,000 കടക്കും. സമൂസ മവ്വലുകാർക്ക് പെരുന്നാൾ വിഭവം മാത്രമല്ല, ഇത് ആഘോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും പ്രതീകം കൂടിയാണ്. കാസർഗോഡ് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24.